ഹലോ എവ്രി വൺ, എല്ലാവർക്കും നിർവാണയുടെ പുതിയ ക്ലാസ്സിലേക്ക് സ്വാഗതം. ഇന്ന് നമുക്ക് നോക്കാനുള്ളത് സ്റ്റാറ്റിക് ജി കെ പോർഷനിൽ വരുന്ന വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഏരിയ ആണ് ഡാൻസ് ഫോംസ് ഇൻ ഇന്ത്യ. അപ്പൊ നമുക്കറിയാം ഇന്ത്യയിൽ ഒരുപാട് ഡാൻസ് ഫോംസ് ഉണ്ട്, ക്ലാസിക്കൽ ഡാൻസസ് ഉണ്ട്, അതുപോലെ തന്നെ ഫോക്ക് ഡാൻസസും ഉണ്ട്. വാസ്റ്റ് ആയിട്ടുള്ള ഒരു ഏരിയ ആണ്. അതുകൊണ്ട് ഒറ്റ വീഡിയോയിൽ നമുക്ക് മൊത്തം കംപ്ലീറ്റ് ചെയ്യാൻ പറ്റില്ല. പക്ഷെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരുപാട് പോർഷൻസ് നമുക്ക് ഇന്ന് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റും. സോ നമുക്ക് പ്രീവിയസ് ഒരു ക്വസ്റ്റ്യൻസ് ആണ് ഇന്ന് നോക്കാനുള്ളത്. നമുക്ക് വീഡിയോയിലോട്ട് കിടക്കാം. So first question, the origin of most of classical dance from India. അപ്പൊ ഇന്ത്യയിലെ most of the classical dancesന്റെ origin എവിടെ നിന്നാണ്? ഓപ്ഷൻസ് നോക്കാം. യജുർവേദ, ഋഗ്വേദ, അർത്ഥശാസ്ത്ര ഓർ നാട്യശാസ്ത്ര. ഓക്കെ, അപ്പൊ നമുക്കറിയാം എന്താണ്, വളരെ ബേസിക് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ് നാട്യശാസ്ത്ര. നാട്യശാസ്ത്ര എന്നാണ് നമ്മുടെ ക്ലാസിക്കൽ ഡാൻസസിന്റെ ഒക്കെ ഒറിജിൻ. അപ്പൊ ആരാണ് നാട്യശാസ്ത്രം എഴുതിയത്? ഭരതമുനിയാണ്. ഓക്കെ, ഭരതമുനിയുടെ സാൻസ്ക്രിത് ടെക്സ്റ്റ് ആണ് നാട്യശാസ്ത്ര എന്ന് പറയുന്നത്. 36 ചാപ്റ്റേഴ്സും 6000-ഓളം പോയറ്റിക് വേഴ്സസും, അതായത് കാവ്യങ്ങളുള്ള ഒരു പുസ്തകമാണ് നാട്യശാസ്ത്ര. അടുത്ത ക്വസ്റ്റ്യൻ, സട്രിയ വാസ് recognized as classical dance by സംഗീത നാടക് അക്കാദമി ഇൻ വിച്ച് ഇയർ? അപ്പൊ ഏത് വർഷമാണ് സട്രിയ എന്ന് പറയുന്ന ഡാൻസ് ഫോമിനെ ക്ലാസിക്കൽ ഡാൻസ് ആയിട്ട് അംഗീകരിച്ചത്? സോ അതിന്റെ ആൻസർ എന്ന് പറയുന്നത് 2000 ആണ്. അപ്പൊ 2000-ലാണ് സട്രിയ എന്ന് പറയുന്നത് ക്ലാസിക്കൽ ഡാൻസ് പദവി കിട്ടിയത്. ഇപ്പൊ സട്രിയ എന്ന് പറയുന്നത് അസാമിൻ സ്റ്റേറ്റിലെ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഡാൻസ് ഫോം ആണ്. അപ്പം സട്രിയ എന്ന് പറയുമ്പോൾ നമ്മൾ ഓർക്കേണ്ട വേറൊരു പേരും കൂടി ഉണ്ട്. അത് ശ്രീമന്ത ശങ്കരദേവ. ശ്രീമന്ത ശങ്കരദേവ എന്ന് പറയുന്നത് അദ്ദേഹം ഭക്തി മൂവ്മെന്റുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള ഒരു സോഷ്യൽ റിഫോമർ ആണ്. അപ്പൊ അദ്ദേഹമാണ് ഈ സട്രിയ എന്ന് പറയുന്ന ഡാൻസ് ഫോമിനെ വികസിപ്പിച്ചെടുത്തത്. അപ്പൊ മെയിൽ സ്റ്റൈലിനെ നമ്മൾ വിളിക്കുന്ന പേര് പൗരാശി ഭാംഗി എന്നാണ്. ഓക്കെ, പൗരാശി ഭാംഗി. ആൻഡ് ഫീമെയിൽ സ്റ്റൈലിനെ നമ്മൾ വിളിക്കുന്നത് സ്ത്രീ ഭാംഗി എന്നാണ്. ഓക്കെ, അപ്പൊ ഇത്രയും കാര്യങ്ങൾ ഇപ്പൊ സട്രിയുമായി ബന്ധപ്പെട്ട് ഇവിടെ ഓർത്തു വെക്കാം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, തുമ്രി മ്യൂസിക് ഈസ് അസോസിയേറ്റഡ് വിത്ത് വിച്ച് ഡാൻസ് ഫോം? ഏത് ഡാൻസ് ഫോമുമായിട്ടാണ് തുമ്രി മ്യൂസിക് അസോസിയേറ്റ് ചെയ്തിട്ടുള്ളത്? അപ്പൊ നിങ്ങൾ ഈ ചിത്രത്തിൽ നോക്കുക, ചിത്രത്തിൽ കാണുമ്പോൾ തന്നെ മനസ്സിലാവും അത് കഥക് ആണ്. ഓക്കെ, കഥക്കുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ളതാണ് തുമ്രി. അപ്പൊ കഥക് എന്ന് പറയുന്നത് എവിടുത്തെ ഡാൻസ് ഫോം ആണ്? ഉത്തർപ്രദേശിലുള്ള ക്ലാസിക്കൽ ഡാൻസ് ആണ് കഥക് എന്ന് പറയുന്നത്. അപ്പൊ തുമ്രി മ്യൂസിക് എന്ന് പറയുമ്പോൾ അതൊരു സെമി ക്ലാസിക്കൽ ആയിട്ടുള്ള ഇന്ത്യൻ മ്യൂസിക് ആണ്. സോ തുമ്രി മ്യൂസിക് റിലേറ്റഡ് ടു കഥക്. Next question is, Lavani is a traditional dance form of which state? ഏത് സ്റ്റേറ്റിന്റെ ഡാൻസ് ഫോം ആണ് ലാവണി എന്ന് പറയുന്നത്? അപ്പൊ ലാവണി കർണാടക, കേരള, മഹാരാഷ്ട്ര ഓർ ബീഹാർ? അപ്പൊ ആൻസർ എന്ന് പറയുന്നത് മഹാരാഷ്ട്രയാണ്. മഹാരാഷ്ട്രയിലെ ഒരു ഡാൻസ് ഫോം ആണ് ലാവണി എന്ന് പറയുന്നത്. സാധാരണയായിട്ട് വിമൻ ആണ് അത് പെർഫോം ചെയ്യാറുള്ളത്. Which dance form in Goa is called warrior dance? Warrior dance എന്നറിയപ്പെടുന്നത് ഗോവയിലുള്ള ഏത് ഡാൻസ് ഫോം ആണ്? അതിന്റെ ആൻസർ ഘോഡെ മോദിനിയാണ്. ഓക്കെ, ഘോഡെ മോദിനിനെയാണ് നമ്മൾ എന്ത് വിളിക്കുക? വാരിയർ ഡാൻസ് എന്ന് വിളിക്കുക. അപ്പൊ വാരിയർ ഡാൻസിന്റെ സ്റ്റേറ്റ് ഏതാണ്? ഗോവ. അപ്പൊ ഗോവയിലുള്ള ഒരു മറാത്ത കമ്മ്യൂണിറ്റി ആണ്, ഘാട്ട് എന്ന് പറയുന്ന റീജിയനിലുള്ള മറാത്ത കമ്മ്യൂണിറ്റി ആണ് ഈ വാരിയർ ഡാൻസ് ചെയ്യുന്നത്. അവരുടെ ഫൈറ്റിംഗ് ഹെറിറ്റേജിന്റെ ഒരു റിഫ്ലക്ഷൻ ആയിട്ടാണ് വാരിയർ ഡാൻസ് അവർ ചെയ്യുന്നത്. സങ്കീർത്തന ആൻഡ് റാസ ഈസ് അസോസിയേറ്റഡ് വിത്ത് വിച്ച് ഡാൻസ്? അപ്പൊ സങ്കീർത്തനയും റാസയും ഏത് ഡാൻസുമായിട്ട് അസോസിയേറ്റ് ചെയ്തിരിക്കുന്നു? അപ്പൊ നമ്മൾ ഈ ചിത്രത്തിൽ നോക്കുക, ഇതെന്താണ്? മണിപ്പുരിയാണ്. ഓക്കെ, മണിപ്പുരിയാണ് ആൻസർ. മണിപ്പുരി ഡാൻസുമായിട്ട് റിലേറ്റ് ചെയ്തിരിക്കുന്നു. അപ്പൊ മണിപ്പുരി ഏത് സംസ്ഥാനത്തിന്റെ ഡാൻസ് ഫോം ആണ്? മണിപ്പൂർ. ഓക്കെ, വിച്ച് ഡാൻസ് ഫോം ഈസ് അസോസിയേറ്റഡ് വിത്ത് നത്വാരി ഡാൻസ്? ഓക്കെ, നത്വാരി ഡാൻസ് ഫോം എന്ന് പറയുന്നത് ഒരു പ്രത്യേകതരം ഡാൻസ് ഫോം ആണ്. അതുമായിട്ട് അസോസിയേറ്റ് ചെയ്തിട്ടുള്ളത് ഏതാണ്? കഥകളി, കഥക്, ഘൂമർ ഓർ ਝൂമർ? ആൻസർ എന്ന് പറയുന്നത് കഥക് ആണ്. ഓക്കെ, കഥക്കുമായിട്ട് റിലേറ്റ് ചെയ്തതാണ് നത്വാരി ഡാൻസ്. അപ്പൊ നത്വാരി ഡാൻസ് എന്ന് പറയുമ്പോൾ അതിൽ വരുന്നത് എന്ത് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു നാച്ചുറൽ ആയിട്ടുള്ള എക്സ്പ്രഷൻസ്, ബോഡി മൂവ്മെന്റ്സ്, ഫുഡ് വർക്ക്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഒത്തുവരുന്നതിനെയാണ് നമ്മൾ നാത്വാരി ഫോം ഓഫ് ഡാൻസ് എന്ന് പറയുന്നത്. അപ്പൊ അത് കഥക്കുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ളതാണ്. മഹരി ആൻഡ് ഗോതിപ്പുവ ഡാൻസ് ഈസ് പെർഫോംഡ് ഇൻ വിച്ച് സ്റ്റേറ്റ്? ഏത് സംസ്ഥാനവുമായി ബന്ധപ്പെട്ടതാണ് മഹരി ആൻഡ് ഗോതിപ്പുവ ഡാൻസ് എന്ന് പറയുന്നത്? അപ്പൊ ഗോവ, ജാർഖണ്ഡ്, മിസോറാം ഓർ ഒഡീഷ? ആൻസർ എന്ന് പറയുന്നത് ഒഡീഷയാണ്. ഓക്കെ, ഒഡീഷ സംസ്ഥാനവുമായി ബന്ധപ്പെട്ടതാണ് മഹരി ആൻഡ് ഗോതിപ്പുവ. ഇതൊരു പ്രീവിയസ് ഒരു ക്വസ്റ്റ്യൻ ആണ്, ഓർത്തു വെക്കുക. ദ വേർഡ് കഥക് ഈസ് ഡിറൈവ്ഡ് ഫ്രം വിച്ച് വേർഡ്? കഥക് എന്ന് പറയുന്നത് ഏത് വേർഡിൽ നിന്നാണ് ഡിറൈവ് ചെയ്തിട്ടുള്ളത്? സ്റ്റോറി, ഡാൻസ് സ്റ്റെപ്സ്, നറേറ്റർ ഓർ ബെൽസ്? അപ്പൊ നമുക്കറിയാം കഥ എന്ന് പറഞ്ഞാൽ എന്താണ്? കഥ എന്ന് പറഞ്ഞാൽ സ്റ്റോറിയാണ് അല്ലെ? അപ്പൊ കഥക് എന്ന് പറഞ്ഞാൽ ഈ കഥ നോക്കിയാൽ മതി. കഥ എന്ന് പറഞ്ഞാൽ സ്റ്റോറിയാണ്. കഥക് അപ്പം സ്റ്റോറി എന്ന് പറയുന്ന വേർഡിൽ നിന്നാണ് ഡിറൈവ് ചെയ്തിട്ടുള്ളത്.
ചലി, ജുംറ ആൻഡ് നടുഭാംഗി is associated with which dance? ഏത് ഡാൻസ് ഫോമുമായിട്ടാണ് ചലി, ജുംറ, നടുഭാംഗി ഇത് അസോസിയേറ്റ് ചെയ്തിട്ടുള്ളത്? അപ്പൊ ആൻസർ ആക്ച്വലി സട്രിയ ആണ്. ഓക്കെ, സട്രിയ നമ്മൾ ആദ്യം കണ്ടു. അസാമിലുള്ള ക്ലാസിക്കൽ ഡാൻസ് ആണ്. 2000-ലാണ് ക്ലാസിക്കൽ ഡാൻസ് പദവി ലഭിച്ചത്. അപ്പൊ ചളി, ജുംറ ആൻഡ് നടുഭാംഗി is associated with സട്രിയ ഡാൻസ്. ലാഹോർ ഡാൻസ് is associated with which state? ഏത് സംസ്ഥാനവുമായിട്ടാണ് ലാഹോർ ഡാൻസ് അസോസിയേറ്റ് ചെയ്തിട്ടുള്ളത്? നാഗാലാൻഡ്, മേഘാലയ, മണിപ്പൂർ ഓർ രാജസ്ഥാൻ? അപ്പൊ ആൻസർ എന്ന് പറയുന്നത് മേഘാലയ ആണ്. മേഘാലയയിലെ ഒരു ഫെസ്റ്റിവൽ ഉണ്ട്, ബഹദൈൻ ഖ്ലാം എന്നാണ് ഫെസ്റ്റിവലിന്റെ പേര്. അപ്പൊ ബഹദൈൻ ഖ്ലാം ഫെസ്റ്റിവലിന്റെ സമയത്ത് ജൈന്തിയ എന്ന് പറയുന്ന ട്രൈബൽ കമ്മ്യൂണിറ്റിയിലുള്ള ആൾക്കാരാണ് ലാഹോർ ഡാൻസ് പെർഫോം ചെയ്യുന്നത്. Which of the following dance forms is performed by men in Haryana? ഹരിയാനയിലെ പുരുഷന്മാരുടെ ഡാൻസ് ഫോം ഏതാണെന്നാണ് ചോദിച്ചത്. ഖോരിയ, ജുഗ്ഗ, ജിദ്ദ ഓർ ജൂമർ? അപ്പൊ ആൻസർ എന്ന് പറയുന്നത് ജുഗ്ഗയാണ്. ഓക്കെ, ജുഗ്ഗയാണ് ഹരിയാനയിലെ മെൻ പെർഫോം ചെയ്യുന്ന ഡാൻസ് ഫോം. ക്വസ്റ്റ്യൻ, അളരിപ്പു ഈസ് എ ഡാൻസ് പീസ് ഓഫ് വിച്ച് ഓഫ് ദ ഫോളോയിങ് ഡാൻസസ്? അളരിപ്പു എന്ന് പറയുന്നത് ഏത് ഡാൻസിന്റെ ഭാഗമായിട്ട് വരുന്നതാണ്? അപ്പൊ ഈ ചിത്രത്തിൽ തന്നെ നമുക്ക് കാണാം ഭരതനാട്യമാണ് ഉത്തരം. ഓക്കെ, ഭരതനാട്യമായിട്ട് അസോസിയേറ്റ് ചെയ്തതാണ് അളരിപ്പൂ. അളരിപ്പൂ എന്നുള്ളതിന്റെ മീനിങ് ഫ്ലവറിംഗ് ബഡ് എന്നാണ്. ഈ ഒരു കംപ്ലീറ്റ് ഭരതനാട്യം ഡാൻസ് പെർഫോമൻസ് സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുന്നേ ചെയ്യുന്ന ഒരു ഡാൻസ് പീസ് ആണ് അളരിപ്പൂ എന്ന് പറയുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ, കലശം ഈസ് എ ഡാൻസ് സീക്വൻസ് ഇൻ? ഏത് ഡാൻസിലാണ് കലശം എന്ന് പറയുന്ന ഭാഗം വരുന്നത്? അപ്പം വേറൊന്നുമല്ല, നമ്മുടെ സ്വന്തം കഥകളിയാണ്. അപ്പൊ കഥകളി ഏത് സ്റ്റേറ്റുമായി അസോസിയേറ്റ് ചെയ്തിരിക്കുന്നു? കേരളയായിട്ട് അസോസിയേറ്റ് ചെയ്തിരിക്കുന്നതാണ് കഥകളി. അപ്പൊ കഥകളിയിലാണ് കലശം എന്ന് പറയുന്ന ഒരു ഭാഗം വരുന്നത്. അപ്പം ഈ മേജർ ആയിട്ടുള്ള ഫുഡ് മൂവ്മെന്റ്സിനെയൊക്കെ വിളിക്കുന്നതാണ് കലശം എന്ന് പറയുന്നത്. കഥകളി സ്റ്റാർട്ട് ചെയ്യുന്നത് എങ്ങനെയാണ്? കേളിക്കൊട്ടോടുകൂടിയാണ് നമ്മുടെ കഥകളി സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പൊ കലശം എന്ന് പറയുന്നത് എന്തുമായിട്ട് അസോസിയേറ്റ് ചെയ്തിരിക്കുന്നു? കഥകളിയുമായിട്ട് അസോസിയേറ്റ് ചെയ്തിരിക്കുന്നു. കലാക്ഷേത്രം സ്റ്റൈൽ ഈസ് അസോസിയേറ്റഡ് വിത്ത് വിച്ച് ഡാൻസ് ഫോം? അപ്പം കലാക്ഷേത്രം എന്ന് പറയുന്നത് ഭരതനാട്യവുമായിട്ട് അസോസിയേറ്റ് ചെയ്തിട്ടുള്ളതാണ്. അപ്പൊ കലാക്ഷേത്രം സ്റ്റൈൽ കൊണ്ടുവന്നിട്ടുള്ളത് രുക്മിണി ദേവി അരുണ്ടലയും അദ്ദേഹത്തിന്റെ ഹസ്ബൻഡ് ആയിട്ടുള്ള ജോർജ് അരുണ്ടലയും കൂടിയിട്ടാണ്. അപ്പൊ ഭരതനാട്യവുമായിട്ട് ബന്ധപ്പെട്ടതാണ് കലാക്ഷേത്രം. അപ്പൊ ഭരതനാട്യം എന്ന് പറയുന്നത് ഏത് സംസ്ഥാനത്ത് ഒറിജിനേറ്റ് ചെയ്തതാണ്? തമിഴ്നാട്. ഓക്കെ, തമിഴ്നാടുവിൽ ഒറിജിനേറ്റ് ചെയ്തതാണ് ഭരതനാട്യം. Lai Haroba is earliest form of which of the classical dance? ഏത് ക്ലാസിക്കൽ ഡാൻസിന്റെ ഏർലി ഫോം ആണ് ലൈ ഹരോബ? ഓക്കെ, ചിത്രം കാണുമ്പോൾ നമുക്ക് മനസ്സിലാവും ഉത്തരം എന്തായിരിക്കും മിക്കവാറും മണിപ്പൂരി ആയിരിക്കും. ഓക്കെ, മണിപ്പൂരിലുള്ള മേത്തി ട്രൈബ്സ് ആണ് മെയിൻലി മണിപ്പൂരി ഡാൻസ് ചെയ്യുന്നത്. അപ്പൊ അതൊരു വൈഷ്ണവൈറ്റ് ആയിട്ടുള്ള ഡാൻസ് ആണ്. അതായത് വിഷ്ണുവിനെ അല്ലെങ്കിൽ രാധാകൃഷ്ണനെ സ്തുതിക്കുന്ന രീതിയിലുള്ള ഒരു ഡാൻസ് ഫോം ആണ് മണിപ്പൂരി. അപ്പൊ അതിന്റെ ആദ്യത്തെ ഏർലി ഫോം ആണ് ലായ് ഹരോബ. മോക്ഷ ഈസ് എൻ ഐറ്റം ഓഫ് വിച്ച് ക്ലാസിക്കൽ ഡാൻസ്? ഏത് ക്ലാസിക്കൽ ഡാൻസിന്റെ ഭാഗമായിട്ട് വരുന്നതാണ് മോക്ഷ എന്ന് പറയുന്ന ഡാൻസ് ഫോം? അപ്പൊ മോക്ഷ എന്ന് പറയുന്നത് കഥകളിയാണോ, സട്രിയാണോ, ഒഡീസിയാണോ, മോഹിനിയാട്ടാണോ? അപ്പൊ ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ സി ആണ്, ഒഡീസി. ഒഡീസി എവിടത്തെയാണ്? ഒഡീഷയിലെ ക്ലാസിക്കൽ ഡാൻസ് ആണ് ഒഡീസി. അപ്പൊ ഒഡീസിയുമായി ബന്ധപ്പെട്ടതാണ് മോക്ഷ. Next question, Bhudakola is a spirit worship ritual dance of which state? Bhudakola എന്ന് പറയുന്നത് ഏത് സ്റ്റേറ്റുമായി ബന്ധപ്പെട്ടതാണ്? കേരള, തെലങ്കാന, കർണാടക ഓർ ആന്ധ്രാപ്രദേശ്? ആൻസർ ഈസ് കർണാടക. കർണാടകയിലെയാണ് ഭൂതക്കോല എന്ന് പറയുന്നത്. അപ്പൊ നിങ്ങൾ ഒരു കാര്യം ചെയ്യാ, കമന്റ് ബോക്സിൽ പറയാ തെയ്യം എന്ന് പറയുന്ന കലാരൂപം കേരളത്തിൽ ഏത് ജില്ലയുമായിട്ട് അസോസിയേറ്റ് ചെയ്തിരിക്കുന്നു? ഓക്കെ, ഈ ഭൂതക്കോല ഏകദേശം നമ്മുടെ തെയ്യത്തിന്റെ ഒരു രീതിയിൽ വരുന്ന ഒരു ഇതാണ്. നമ്മള് കാന്താര ഫിലിം ഒക്കെ കണ്ടിട്ടുണ്ടാവും. ഏകദേശം അതേപോലെ വരുന്നതാണ് ഈ ഭൂതക്കോല എന്ന് പറയുന്നത്. സോ ഇറ്റ് ഈസ് അസോസിയേറ്റഡ് വിത്ത് കർണാടക സ്റ്റേറ്റ്. വിച്ച് ഓഫ് ദ ട്രഡീഷണൽ ഡാൻസ് ഇസ് പെർഫോംഡ് ഡ്യൂറിംഗ് നവരാത്രി? നവരാത്രിയുടെ സമയത്ത് ഏതാണ് പെർഫോം ചെയ്യുക? കൂമർ, ഗർബ, സാർഹുൾ ഓർ വാഞ്ചോ? ആൻസർ എന്ന് പറയുന്നത് ഗർബ ഡാൻസ് ആണ്. അപ്പൊ ഗർബ ഡാൻസ് എവിടെയാണ്? ഗുജറാത്ത് സ്റ്റേറ്റിലുള്ള ഒരു ഡാൻസ് ഫോം ആണ് ഏതാ? നമ്മുടെ ഗർബ. അപ്പൊ ഗർബന്റെ വേറൊരു ഇമ്പോർട്ടൻസ് എന്ന് പറയുന്നത് യുനെസ്കോയുടെ ഇൻടാഞ്ചിബിൾ ഹെറിറ്റേജ് സൈറ്റിലുള്ള ഡാൻസ് ഫോം ഏതാണെന്ന് ചോദിച്ചാൽ അത് ഗർബ ഡാൻസ് ആണ്. വിച്ച് ഫോക്ക് ഡാൻസ് ഇൻ രാജസ്ഥാൻ ഈസ് നോൺ ആസ് സപേര ഡാൻസ്? സപേര ഡാൻസ് എന്ന് അറിയപ്പെടുന്നത് ഏതാണ്? നോക്ക, കൽബേലിയാണ് സപേര ഡാൻസ് എന്ന് അറിയപ്പെടുന്നത്. ഓക്കെ, സപേര ഡാൻസ് എന്ന് പറഞ്ഞാല് ഈ പാമ്പാട്ടികൾ, അതായത് സ്നേക്ക് ചാമിങ് എന്നാണ് പറയാ, പാമ്പാട്ടികളുടെ ആ ഒരു കൾച്ചർ
ഉയർത്തിപ്പിടിക്കാനുള്ള ഒരു ഡാൻസ് ആണ് കൽബേലിയ എന്ന് പറയുന്നത്. രാജസ്ഥാനിലുള്ള താർ ഡെസേർട്ട് ഏരിയയിലൊക്കെയാണ് ഈ ഒരു ഡാൻസ് അവരുടെ കൾച്ചറായിട്ട് നിലനിന്ന് വരുന്നത്. നാട്ടി ഈസ് എ ഫോക്ക് ഡാൻസ് ഓഫ് വിച്ച് സ്റ്റേറ്റ്സ്? അപ്പൊ നാട്ടി എന്ന് പറയുന്നത് ഏത് സംസ്ഥാനത്തിന്റെ ഫോക്ക് ഡാൻസ് ആണ്? അപ്പൊ ഉത്തരം വരുന്നത് ഹിമാചൽ പ്രദേശ് ആണ്. ഹിമാചൽ പ്രദേശിന്റെ ഫോക്ക് ഡാൻസ് ആണ് നാട്ടി എന്ന് പറയുന്നത്. നാട്ടിക്ക് വേറൊരു പ്രത്യേകത കൂടി ഉണ്ട്. ഗിന്നസ് ബുക്ക് ഓഫ് വേൾഡ് റെക്കോർഡ്സിൽ ലാർജസ്റ്റ് ഫോക്ക് ഡാൻസ് എന്ന് പറയുന്ന റെക്കോർഡ് ഉള്ളത് നാട്ടിക്കാണ്. അതായത് ഒരുപാട് ആളുകൾ പെർഫോം ചെയ്യുന്ന ഒരു ഡാൻസ് ആണ്. അപ്പൊ ആ ഒരു റെക്കോർഡ് ഉള്ളത് ആർക്കാണ്? നാട്ടി എന്ന് പറയുന്ന ഫോക്ക് ഡാൻസിനാണ്. ഇറ്റ്സ് ഇൻ ഹിമാചൽ പ്രദേശ്. പ്രിഡോമിനന്റ് തീം ഓഫ് മണിപ്പുരി ഡാൻസ്. മണിപ്പുരി ഡാൻസിന്റെ പ്രിഡോമിനന്റ് ആയിട്ടുള്ള തീം എന്താണ്? ഡിവോഷൻ, പാട്രിയോട്ടിസം, ബ്രേവറി ഓർ വാർഫെയർ. നമ്മൾ ഓൾറെഡി ഇത് കണ്ടു കഴിഞ്ഞു. ഡിവോഷൻ ആണ് മണിപ്പുരിയുടെ മെയിൻ ആയിട്ടുള്ള തീം എന്ന് പറയുന്നത്. മണിപ്പൂരിലെ മേത്തി ട്രൈബ്സ് അല്ലെ, മേത്തി ട്രൈബ്സ് പെർഫോം ചെയ്യുന്നതാണ്. അവര് വൈഷ്ണവൈറ്റ്സ് ആണ്. അതായത് കൃഷ്ണനെയോ അല്ലെങ്കിൽ വിഷ്ണുവിനെയോ ഒക്കെയാണ് അവർ സ്തുതിക്കുക. രാധാകൃഷ്ണ, അവരുടെ ലവ് സ്റ്റോറി ഒക്കെയാണ് ഇതിന്റെ മെയിൻ ആയിട്ടുള്ള തീം എന്ന് പറയുന്നത്. കുച്ചിപ്പുടി ഡാൻസ് ഇസ് അക്കമ്പനൈഡ് ബൈ വിച്ച് മ്യൂസിക്? ഏത് മ്യൂസിക് ആണ് കുച്ചിപ്പുടി ഡാൻസിൻ്റെത്? ഹിന്ദുസ്ഥാനി, കർണാട്ടിക്, ജാസ് ഓർ ബോർഗീത്? അപ്പം കർണാട്ടിക് മ്യൂസിക് ആണ് കുച്ചിപ്പിടിക്ക് വരുന്നത്. ഓക്കെ, കർണാട്ടിക് മ്യൂസിക്. കുച്ചിപ്പിടി ഏത് സ്റ്റേറ്റുമായിട്ട് അസോസിയേറ്റഡ് ചെയ്തിട്ടുള്ളതാണ്? ആന്ധ്രാപ്രദേശ്. ഓക്കെ, ആന്ധ്രാപ്രദേശിന്റെ ക്ലാസിക്കൽ ഡാൻസ് ആണ് കുച്ചിപ്പിടി. വിച്ച് ഡാൻസ് ഫോം ഈസ് ഡിസ്ക്രൈബ്ഡ് ഇൻ ആൻഷ്യന്റ് ടെക്സ്റ്റ് ഓഫ് വ്യവഹാർമാല? വ്യവഹാർമാലയില് പറഞ്ഞിരിക്കുന്നത് ഏത് ഡാൻസ് ഫോമിനെ കുറിച്ചാണ്? ഇപ്പൊ ചിത്രത്തിൽ കാണുന്നത് പോലെ മോഹിനിയാട്ടത്തെ കുറിച്ചാണ് വ്യവഹാർമാലയിൽ പറഞ്ഞിരിക്കുന്നത്. മോഹിനിയാട്ടം ഏത് സ്റ്റേറ്റുമായി അസോസിയേറ്റ് ചെയ്യുന്നു? നമ്മുടെ കേരള അല്ലെ, കേരളവുമായിട്ട് റിലേറ്റ് ചെയ്തതാണ് മോഹിനിയാട്ടം. അപ്പൊ മോഹിനി എന്ന് പറഞ്ഞ ആരാണ്? മഹാവിഷ്ണുവിന്റെ സ്ത്രീ അവതാരം അല്ലെ, ഫീമെയിൽ അവതാരമാണ് എന്ത് മോഹിനി എന്ന് പറയുന്നത്. അപ്പം വളരെ എൻചാന്റിങ് ആയിട്ടുള്ള ഡാൻസ് പെർഫോമൻസ് ആണ്. മെയിൻലി അത് പെർഫോം ചെയ്യുന്നത് സ്ത്രീകളാണ്. അപ്പൊ അതാണ് മോഹിനിയാട്ടം. കേരള ആയിട്ട് അസോസിയേറ്റ് ചെയ്തിരിക്കുന്നു. ഉമ്മത്ത് ആർട്ട് ഈസ് എ ഫോക്ക് ഡാൻസ് ഓഫ് വിച്ച് പ്ലേസ്? ഏത് സ്ഥലമായിട്ട് അസോസിയേറ്റ് ചെയ്താണ് ഉമ്മത്ത് ആർട്ട് എന്ന് പറയുന്നത്? കൂർഗ്, കസൗളി, ഇറ്റാനഗർ ഓർ ഗാംഗ്ടോക്ക്? അപ്പൊ ആൻസർ എന്ന് പറയുന്നത് കൂർഗ് ആണ്. കർണാടകയിലെ കൂർഗിലാണ് ഈ ഉമ്മത്ത് ആർട്ട് എന്ന് പറയുന്ന ഫോക്ക് ഡാൻസ് ഉള്ളത്. കഥകളി ഈസ് എ ഹാർമോണിയസ് കോമ്പിനേഷൻ ഓഫ് ഹൗ മെനി ഫൈൻ ആർട്ട് ഫോംസ്? അപ്പൊ കഥകളി എന്ന് പറയുന്നത് എത്ര ആർട്ട് ഫോംസിന്റെ കോമ്പിനേഷൻ ആണെന്നാണ് ക്വസ്റ്റ്യൻ. അപ്പൊ ഇതിന്റെ ഉത്തരം എന്ന് പറയുന്നത് 5 ആണ്. 5 ആർട്ട് ഫോംസിന്റെ കോമ്പിനേഷൻ ആണ് കഥകളി. അത് ഏതൊക്കെയാണ്? സാഹിത്യം, സംഗീതം, പിന്നെ ചിത്രം, നാട്യം ആൻഡ് നൃത്തം. അപ്പൊ സാഹിത്യം എന്ന് പറഞ്ഞാല് ലിറ്ററേച്ചർ ആണ്. അതിൽ എന്തുണ്ടാവും? ഒരു കഥയുണ്ടാവും, സംഗീതം ഉണ്ടാവും. അതുപോലെ തന്നെ ഫേസിലൊക്കെ എന്തുണ്ട്? നല്ല രീതിയിൽ ചിത്രമൊക്കെ വരച്ചിട്ടാണ് അവര് ആ പെർഫോമൻസിന് വേണ്ടി ഇറങ്ങുക. അതിന്റെ മേക്കപ്പ്. പിന്നെന്താണ്? നാട്യം. നാട്യം എന്ന് പറയുന്നത് ആക്ടിങ് ആണ്. നമുക്കറിയാം ഐസും അതുപോലെ തന്നെ ഫേഷ്യൽ എക്സ്പ്രഷൻസ് ഒക്കെ വളരെ മൈന്യൂട്ട് ആയിട്ട് വളരെ ബ്യൂട്ടിഫുൾ ആയിട്ട് ചെയ്യുന്നതാണ് കഥകളിയില്. പിന്നെ നൃത്തം. നൃത്തം എന്ന് പറയുന്നത് ഡാൻസിനെയാണ് നൃത്തം എന്ന് പറയാം. അപ്പൊ ഈ 5 ഫൈൻ ആർട്ട് ഫോംസും കൂടി ചേർന്നിട്ടുള്ളതാണ് നമ്മുടെ കഥകളി. കഥകളി ഏത് സ്റ്റേറ്റ് ആണ്? കേരള. ഏലേലക്കരടി ഈസ് എ ട്രൈബൽ ഡാൻസ് ഓഫ് വിച്ച് സ്റ്റേറ്റ്? ഏത് സംസ്ഥാനത്തിന്റെയാണ് ഏലേലക്കരടി എന്ന് പറയുന്ന ട്രൈബൽ ഡാൻസ്? അപ്പൊ നമ്മുടെ കേരളത്തിന്റെ തന്നെയാണ്. ഓക്കെ, കേരളത്തിലെ പാലക്കാട് ജില്ലയിലാണ് ഏലേലക്കരടി എന്ന് പറയുന്ന ട്രൈബൽ ഡാൻസ് പെർഫോമൻസ് ഉള്ളത്. കരടിയോട് ഫൈറ്റ് ചെയ്യുന്ന രീതിയിലുള്ള ഒരു ഡാൻസ് ഫോം ആണ് ഏലേലക്കരടി. വാക്യമുരളി ഡാൻസ് അസോസിയേറ്റഡ് വിത്ത് ലോർഡ് കാണ്ടോബ ഈസ് ഒറിജിനേറ്റഡ് ഇൻ വിച്ച് സ്റ്റേറ്റ്? അപ്പൊ കാണ്ടോബ എന്ന് പറയുന്നത് ലോർഡ് ശിവയുടെ ഭൂമിയിൽ വന്നിട്ടുള്ള ഒരു അവതാരമാണ് കാണ്ടോബ എന്ന് പറയുന്നത്. സോ റീഇൻകാർണേഷൻ ഓഫ് ലോർഡ് ശിവ. അപ്പം വാക്യമുരളി ഡാൻസ് എന്ന് പറയുന്നത് ലോർഡ് കാണ്ടോബയായിട്ട് അസോസിയേറ്റ് ചെയ്തിട്ടുള്ളതാണ്. അത് മഹാരാഷ്ട്രയിലാണ്. ഓക്കെ, മഹാരാഷ്ട്ര സ്റ്റേറ്റിലാണ് അതിന്റെ ഒറിജിനേറ്റ് ചെയ്തിട്ടുള്ളത്. വീരഗാസെ ഈസ് എ ഫോക്ക് ഡാൻസ് പെർഫോംഡ് ഡ്യൂറിംഗ് ദസറ ഇൻ വിച്ച് സ്റ്റേറ്റ്? അപ്പൊ ദസറ എന്ന് പറയുമ്പോൾ നമ്മൾ ഓർക്കുക കർണാടകയാണ് അല്ലെ, മൈസൂരൊക്കെയാണ് ഓർക്കുക. അപ്പൊ കർണാടക സ്റ്റേറ്റ് ആണ് വീരഗാസെ ഫോക്ക് ഡാൻസ്. ശ്രാവണ മാസത്തിലും അതുപോലെ കാർത്തിക മാസത്തിലുമാണ് ഈ വീരഗാസെ ഫോക്ക് ഡാൻസ് പെർഫോം ചെയ്യാറുള്ളത്. അടുത്ത ക്വസ്റ്റ്യൻ. ഇൻ വിച്ച് ഓഫ് ദ ഫോളോയിങ് ഡാൻസസ് ചാരിയറ്റ്സ് ഓൺ ഹെഡ്സ് വിത്ത് ലൈറ്റഡ് ദിയാസ് ആർ പെർഫോംഡ് ബൈ വിമൻ? അപ്പൊ നോക്കാം, ഇതിന്റെ ഉത്തരം എന്ന് പറയുന്നത് ചാറി ഡാൻസ് ആണ്. ചാറി ഡാൻസ് എന്ന് പറയുന്നത് രാജസ്ഥാനിലുള്ള ഒരു ഡാൻസ് ഫോം ആണ്. മെയിൻലി
അവരുടെ മാരേജ് ഫംഗ്ഷൻസിന് അല്ലെങ്കിൽ എന്തെങ്കിലും നല്ലത് നടക്കുമ്പോൾ പിന്നെ ആൺകുട്ടികൾ ജനിക്കുമ്പോൾ ഇങ്ങനെയുള്ള ഒക്കേഷൻസിലൊക്കെയാണ് ചാറി ഡാൻസ് ചെയ്യാറുള്ളത്. ഈ ചാറീന്റെ അർത്ഥം എന്ന് പറയുന്നത് പോട്ടാണ്. അപ്പൊ ഇവരുടെ തലയിൽ നോക്കാം കത്തിച്ച് വെച്ചിട്ടുള്ള ഒരു പോട്ട് ഉണ്ട്. അപ്പൊ ഇത് വെച്ചിട്ട് ഒരുപാട് സ്ത്രീകൾ, അതായത് ഒരു സ്ത്രീകളുടെ ഗ്രൂപ്പ് ഡാൻസ് ആണ് ഈ ചാറി ഡാൻസ് എന്ന് പറയുന്നത്. അപ്പൊ ഏത് സംസ്ഥാനത്താണ്? രാജസ്ഥാൻ. Which of the following is a traditional masked dance of West Bengal? വെസ്റ്റ് ബംഗാളില് മാസ്ക് വെച്ചിട്ട് കളിക്കുന്ന ട്രഡീഷണൽ ഡാൻസ് ഫോം ഏതാണ്? കാവടി, ജിദ്ദ, ഗംഭീര ഓർ ജവാര. അപ്പൊ ആൻസർ എന്ന് പറയുന്നത് ഗംഭീരയാണ്. ഓക്കെ, നല്ല ഗംഭീരമായിട്ട് ഇവര് മാസ്ക് ഒക്കെ വെച്ച് ഡാൻസ് ചെയ്യും. ആര്? വെസ്റ്റ് ബംഗാളില്. അപ്പൊ ഗംഭീര എന്ന് പറയുന്നത് ചൈത്ര സംക്രാന്തി സമയത്ത് കളിക്കുന്ന ഒരു ഡാൻസ് പെർഫോമൻസ് ആണ്. ഈ മാസ്ക് എന്ന് പറയുന്നത് നീമും അതുപോലെ ഫിഗ് ട്രീസിന്റെയും തടി കൊണ്ടാണ് ഉണ്ടാക്കിയിട്ടുള്ളത്. പിന്നെന്താണ്? സൂത്രധാർ കമ്മ്യൂണിറ്റി. ഓക്കെ, സൂത്രധാർ കമ്മ്യൂണിറ്റിയിൽ പെടുന്ന ആളുകളാണ് ഈ ഡാൻസ് പെർഫോം ചെയ്യുന്നത്. സോ ഗംഭീര ആണ് വെസ്റ്റ് ബംഗാൾ മാസ്ക്ഡ് ഡാൻസ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ആണ് ഗത്ക, എ ട്രഡീഷണൽ ഫൈറ്റിംഗ് സ്റ്റൈൽ ഓഫ് നിഹാങ് സിഖ് വാരിയേഴ്സ് used for both self-defense as well as a sport has originated from which state? സിഖിന്റെ ആണല്ലേ, നിഹാങ് സിഖ് വാരിയേഴ്സിന്റെ ആണ്. അപ്പൊ തന്നെ നമുക്ക് ആൻസർ കിട്ടും. എന്താണ്? അത് പഞ്ചാബ് ആണ്. അപ്പൊ ഗട്ക എന്ന് പറയുന്നത് നമ്മളെ കളരിപ്പയറ്റൊക്കെ പോലെ പഞ്ചാബിൽ പ്രിവലന്റ് ആയിട്ടുള്ള ഒരു ആർട്ട് ഫോം ആണ്. Borgid, a musical composition is used in which of the following classical dances? അപ്പൊ Borgid is very important. പല പ്രാവശ്യം എക്സാമിന് ചോദിച്ചിട്ടുള്ളതാണ് Borgid. അപ്പൊ Borgid എന്ന് പറയുന്നത് സട്രിയ. ഓക്കെ, അസാമിലാണ് സട്രിയ. സട്രിയുമായിട്ട് ബന്ധപ്പെട്ട മ്യൂസിക് ആണ് Borgid എന്ന് പറയുന്നത്. Which of the following is the main percussion instrument used in the performance of Mohiniyattam? മോഹിനിയാട്ടം അരങ്ങേറുമ്പോൾ യൂസ് ചെയ്യുന്ന പെർക്യൂഷൻ ഇൻസ്ട്രുമെന്റ് അഥവാ കൊട്ടുവാദ്യം, അതായത് കൊട്ടി ശബ്ദം ഉണ്ടാക്കുന്ന വാദ്യം, അതേതാണെന്നാണ് ചോദ്യം. ഇപ്പൊ സിത്താർ, ഇടക്ക, തുംസ, നഗട. അപ്പൊ നമുക്കറിയാം ഇടക്കയാണ് എന്ത് മോഹിനിയാട്ടത്തിന് വേണ്ടി യൂസ് ചെയ്യുന്ന പെർക്യൂഷൻ ഇൻസ്ട്രുമെന്റ്. അപ്പൊ വേറെ എന്തൊക്കെയാണ് മോഹിനിയാട്ടത്തിൽ യൂസ് ചെയ്യുക? മൃദംഗം, മദ്ദളം, അതുപോലെ ഓടക്കുഴല്, വീണ, കുഴിതാളം. അപ്പൊ ഇതൊക്കെയാണ് സാധാരണയായിട്ട് നമ്മുടെ മോഹിനിയാട്ടത്തിന് യൂസ് ചെയ്യുന്ന മ്യൂസിക്കൽ ഇൻസ്ട്രുമെന്റ്സ്. In which of the following dances from Manipur is the drum predominantly used as the dance movements? അല്ലെങ്കിൽ ഡ്രം ഏറ്റവും കൂടുതൽ യൂസ് ചെയ്യുന്നത് ഏതിലാണ്? അപ്പൊ ഇതിന്റെ ആൻസർ എന്ന് പറയുന്നത് പങ്ചോളം എന്നാണ്. ഓക്കെ, പങ്ചോളം. പങ്ചോളം എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം തന്നെ റോർ ഓഫ് ഡ്രംസ് എന്നാണ്. മണിപ്പൂരി സംഗീതത്തിന്റെ ഒരു ആത്മാവ് എന്നറിയപ്പെടുന്നതാണ് ഈ ഡ്രംസ്. അപ്പൊ പങ്ചോളമാണ് ഇതിന്റെ ഉത്തരം. സോ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് വിച്ച് ഇസ് ദ പോപ്പുലർ മാസ്ക് ഡാൻസ് ഓഫ് സിക്കിം? സിക്കിമിലുള്ള മാസ്ക് ഡാൻസ് ഏതാണ്? അപ്പൊ ഇതിന്റെ ഉത്തരം എന്ന് പറയുന്നത് സിംഘിനി ചാം. ഓക്കെ, സിംഘിനി ചാം ആണ് സിക്കിമിലുള്ള മാസ്ക് ഡാൻസ്. അതില് സിംഗം എന്ന് പറയുന്ന പോലെ സിംഗിനി എന്ന് കണ്ടില്ലേ? സിംഗിനി ഓർത്ത് വെച്ചിട്ട് നമ്മൾ സിംഗമായിട്ട് കണക്ട് ചെയ്യണം. ലയൺ ഡാൻസ് എന്നാണ് ഇത് അറിയപ്പെടുന്നത്. ഓക്കെ, സിംഗം ഡാൻസ് അല്ലെങ്കിൽ സിംഗിനി ചാം എന്ന് പറഞ്ഞാല് ലയൺ ഡാൻസ് ആണ്. ഇതിൽ എന്താ ചെയ്യാന്ന് വെച്ചാൽ ഡാൻസേഴ്സ് ലയണിന്റെ കോസ്റ്റ്യൂം അണിയും. ലയണിന്റെ കോസ്റ്റ്യൂം അണിഞ്ഞിട്ടാണ് അവര് ഡാൻസ് ചെയ്യുന്നത്. പങ്കലാപ്സോൾ ഫെസ്റ്റിവൽ എന്ന് പറയുന്ന ഒരു ഫെസ്റ്റിവൽ ഉണ്ട് ഇവരുടെ. അപ്പോഴാണ് ഈ ഡാൻസ് മെയിൻ ആയിട്ട് ചെയ്യുന്നത്. പൈക്ക ഡാൻസ് ബിലോങ് ടു വിച്ച് സ്റ്റേറ്റ്? അപ്പൊ പൈക്ക റിവോൾട്ട് ഒക്കെ നമ്മൾ ഹിസ്റ്ററിയിൽ പഠിക്കാനുള്ളതാണ്. പൈക്ക എന്ന് പറയുന്നത് ഒഡീഷയിലാണുള്ളത്. ഓക്കെ, ഒഡീഷയിലാണ് പൈക്ക ഡാൻസ് ഉള്ളത്. അപ്പൊ ഒഡീഷയിലെ മയൂർഭഞ്ച് ഡിസ്ട്രിക്റ്റിലാണ് സാധാരണയായിട്ട് ഇത് ഉണ്ടാവാറുള്ളത്. നമ്മൾ വാർ പ്രിപ്പറേഷൻസിനൊക്കെ പോകുന്നതിന് മുന്നേ കുറച്ച് റിച്വൽസ് ഒക്കെ ഉണ്ടാവും. അപ്പം അതുമായി ബന്ധപ്പെട്ട ഒരു ഡാൻസ് ആണ് ഒഡീഷയിലെ പൈക്ക ഡാൻസ്. ധമാൽ ഡാൻസ് ഈസ് പെർഫോംഡ് ഇൻ വിച്ച് സ്റ്റേറ്റ്? അപ്പൊ ധമാൽ ഡാൻസ് ഏത് സ്റ്റേറ്റുമായി ബന്ധപ്പെട്ടതാണ്? ആൻസർ ഈസ് ജമ്മു ആൻഡ് കശ്മീർ. ഓക്കെ, ജമ്മു കാശ്മീരിലാണ് ധമാൽ ഡാൻസ് പെർഫോം ചെയ്യാറുള്ളത്. അപ്പൊ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വിച്ച് among the following is not a folk dance of ലഡാക്ക്? അപ്പൊ ലഡാക്കിലെ ഫോക്ക് ഡാൻസ് അല്ലാത്തത് ഏതാണ് എന്നതാണ് ക്വസ്റ്റ്യൻ. ഷോൺഡോൾ, ലോഷോൺ, ബിഹു, ജാബ്രോ. അപ്പൊ ഇതിൽ നമുക്ക് മനസ്സിലാക്കേണ്ട ഒരു കാര്യം ബിഹു. ഓക്കെ, ബിഹു എന്ന് പറയുന്നത് അസാമിലുള്ള വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ഡാൻസ് ഫോം ആണ്. ഡാൻസിന്റെ മാത്രമല്ല ഒരു ഫെസ്റ്റിവലിന്റെയും കൂടി പേരാണത്. അപ്പൊ അസാമിലാണ് എന്തുള്ളത്? ബിഹു ഉള്ളത്. ഓക്കെ, പലതരത്തിലുള്ള ബിഹു ഉണ്ട്. അപ്പൊ ബിഹു എന്ന് കണ്ടാൽ നമ്മൾ അവിടെ അസാം ആണ് എഴുതേണ്ടത്. അപ്പൊ ഷോൺഡോൾ, ലുഷോൺ, ജാബ്രോ
ഇതൊക്കെ ലഡാക്കിലാണ് ബിലോങ് ചെയ്യുന്ന. ബിഹു എന്ന് പറയുന്നത് അസാമിന്റെയാണ്. സോ ഫോക്ക് ഡാൻസ് ഓഫ് ഉത്തരാഖണ്ഡ് among the following. ഇതിൽ ഏതൊക്കെയാണ് ഉത്തരാഖണ്ഡിലെ ഫോക്ക് ഡാൻസസ്? ജോറ, ചൂളിയ, മുഖോത്ത ആൻഡ് ഓൾ ഓഫ് ദ അബവ്. അപ്പൊ ഓൾ ഓഫ് ദ അബവ് ആണ് ഇതിന്റെ ഉത്തരം. അപ്പൊ ജോറ എന്ന് പറയുന്നത് സ്പ്രിംഗ് സീസണിൽ കളിക്കുന്ന ഒരു ഡാൻസ് ആണ്. സാധാരണ എന്തെങ്കിലുമൊക്കെ ഫെയേഴ്സ് ഒക്കെ വരുമ്പോഴാണ് പിന്നെ ഇത് കളിക്കാറുള്ളത്. ചോളിയ എന്ന് പറയുന്നത് ഒരു സ്വേർഡ് ഡാൻസ് ആണ്, വാളൊക്കെ എടുത്തിട്ടുള്ള ഡാൻസ് ആണ്. സാധാരണയായിട്ട് മാരേജസിന്റെ സമയത്തൊക്കെ മാരേജിനൊക്കെ അക്കമ്പനി ചെയ്യാൻ വേണ്ടിയിട്ട് ഉള്ള ഒരു ഡാൻസ് ആണ് ചോളിയ എന്ന് പറയുന്നത്. ദെൻ മുഖോത്ത എന്ന് പറയുന്നത് സാധാരണ ഈ മാസ്ക് ഒക്കെ വെച്ചിട്ട് ഫോക്ക് ടെയിൽസിന്റെ സ്റ്റോറീസ് ഒക്കെ ഡാൻസ് ആയിട്ട് അവതരിപ്പിക്കുന്നതാണ് മുഖോത്ത. ഡയറ്റീസിന്റെയും അതുപോലെ ഡിമോൺസിന്റെയും ഒക്കെ മാസ്ക് ഒക്കെ വെച്ചിട്ടുള്ളതാണ് മുഖോത്ത എന്ന് പറയുന്നത്. മുഖോത്ത എന്ന് പറയുന്നത് അരുണാചൽ പ്രദേശിന്റെയും ഒരു സോഡ് ഡാൻസ് ഉണ്ട്. അപ്പം ഉത്തരാഖണ്ഡിലും സോഡ് ഡാൻസ് ഉണ്ട്, മുഖോത്ത എന്ന പേരുള്ള. അപ്പം ഇത്രയും കാര്യങ്ങൾ ഓർത്തു വെക്കാം. ഫോക്ക് ഡാൻസസും ക്ലാസിക്കൽ ഡാൻസസും വളരെ ഇമ്പോർട്ടന്റ് ആൻഡ് വാസ്റ്റ് ആയിട്ടുള്ള ഒരു ഏരിയ ആണ്. അപ്പൊ അതിനെ കുറിച്ച് കുറച്ച് കാര്യങ്ങൾ നമ്മൾ ഇന്ന് പഠിച്ചു. ഇനി നമുക്ക് അതിന്റെ എക്സ്പോണൻസിനെ കുറിച്ചും കൂടെ പഠിക്കാനുണ്ട്. അപ്പം ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പൊ അടുത്ത വീഡിയോന്റെ അപ്ഡേറ്റ് നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. സോ താങ്ക് യു.